അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അതിഥിയായി കിട്ടിയത് ഹാരിസ് റഷാദി ഉസ്താദാണ്. ദീർഘകാലം തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് ഉസ്താദെ? കഴക്കൂട്ടത്ത് മഹലിൽ ഏകദേശം 10 വർഷത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സേവനത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമുക്ക് തെക്കൻ ജില്ലയിൽ നമുക്ക് സഹായകമായിരുന്നു. കാരണം നമുക്ക് ആ വഴിയോരത്ത് നാഷണൽ ഹൈവേ കയറി നിസ്കരിക്കാനും ഉസ്താദുമായിട്ട് സൗഹൃദം പങ്കിടാനും, പ്രത്യേകിച്ച് ഞാൻ ആ പള്ളിയിൽ ഒരു ദിവസം പോയി കാലത്തിന് ശേഷം ഞാനൊരു കുറഞ്ഞൊരു സമയം ഒരു നസീഹത്ത് നടത്തി. അന്ന് ഉസ്താദിൻ്റെ പള്ളിയിൽ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഉസ്താദിനെ കാണുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് പല പ്രബലമായ മഹല്ലുകളിൽ, മൈനാഗപ്പള്ളി ഈ പോലുള്ള മഹല്ലുകളിലൊക്കെ സേവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഉസ്താദിൻ്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരുപാട് തിയറികൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ജനങ്ങൾ അതൊക്കെ പ്രാവർത്തികമാക്കിയാൽ വളരെ ഫലവത്താവും നമ്മുടെ മഹലിലൊക്കെ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങൾ 10 വർഷമായി തുടങ്ങുന്ന ഈ ചാലയ്യത്ത് നടന്നു വരുന്ന ക്ലാസ്സിൽ ഞാൻ 10 വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും ഇന്ന് ഈ ക്ലാസ്സിനെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ഉസ്താദും കൂടെയാണ്. വലിയൊരു സേവനമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഖുർആൻ പഠിച്ചിട്ട് പിന്നെ അത് വീണ്ടും അത് പഠിക്കാൻ അവസരം തേടി നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഞങ്ങൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. ഉസ്താദിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു വീഡിയോ എടുക്കാൻ കാര്യം, ഈ കാലഘട്ടത്തിലെ ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസിനെ ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നപ്പം ഉസ്താദിനെ പറ്റി കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഉസ്താദിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഉസ്താദെ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ് ഖൈറ. അൽഹംദുലില്ലാഹ് ഖൈർ. ജസ്റ്റ് നമ്മുടെ ഒരു ക്ലാസ്സിനെ പറ്റി പരിചയപ്പെടുത്തിയ ആ ഹദീസ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കരുനാഗപ്പള്ളി കോഴിക്കോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ചാലയം ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും പ്രഭാത നമസ്കാരത്തിന് ശേഷം ഒരുപറ്റം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടും. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കൽ, ഒപ്പം നാട്ടിൽ രോഗികളായി കഴിയുന്ന സഹോദരങ്ങളെ സന്ദർശിക്കൽ, ഗുണകരമായ മറ്റ് കാര്യങ്ങൾ നിർവഹിക്കൽ ഒക്കെയാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മുനമ്പത്ത് ഷിഹാബിക്ക, അതുപോലെ തന്നെ അമ്പീത്തറൽ നാസർ സാഹിബ്, ചാലയത്ത് സുൽഫീക്ക, ബഹുമാനപ്പെട്ട പാണൂൽ നാസറിക്ക, പുതുവീട്ടിൽ റഷീദിക്ക, നമുക്കെല്ലാം ഏറെ സുപരിതനായ സഹോദരൻ പോച്ചൽ നാസറിക്ക അടക്കമുള്ള നിരവധി സഹോദരങ്ങൾ, അമ്പുള്ള ലത്തീഫ് സാഹിബ് അടക്കം നിരവധി സഹോദരങ്ങൾ ഈ മജലിസിൽ ദിവസവും വന്നു പോകാറുണ്ട്. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൊട്ടുകാട് അബ്ദുസ്സലാം മൗലവികളാണ്. എപ്പോഴും തേവറ നൗഷാദ് സഹോദരൻ ഒരു പ്രചോദനമായി ക്ലാസ്സിൽ എപ്പോഴും വന്നു പോകാറുമുണ്ട്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടക്കുന്നു. വളരെ ഹൈറ. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കലും, ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കലും. അതൊരു പണ്ഡിതന്റെ മുഖത്ത് നിന്ന് കേട്ട് പഠിക്കുക, പരിഭാഷ വെച്ച് വായിക്കുകയല്ല. ഒരു ആലിമിന്റെ മുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും. അങ്ങനെ ഞാനും ബുധനും വ്യാഴവും ഒക്കെ ദിവസങ്ങളിൽ വന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. ശീതീകരിച്ച മുറികളിൽ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളുള്ള മുറികളിൽ പ്രഭാത നമസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങേണ്ട നമ്മുടെ സഹോദരങ്ങൾ ഖുർആൻ കേൾക്കാനും പഠിക്കാനും വേണ്ടി ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു സദസ്സ്. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല, ദീൻ പറയുക, കേൾക്കുക എന്നതാണ്. അതൊരു ഉണർവാണ്, ഒരു മോട്ടിവേഷൻ പോലെ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനം നൽകുന്ന ഉന്നതമായ ഒരു അമല. അങ്ങനെ ഇരിക്കെ ഇന്ന് 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഇവിടെ കൂടി ഞങ്ങൾ ക്ലാസ്സിന് കൂടിയപ്പോൾ ഉസ്താദ് ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ കേന്ദ്രീകരിച്ച് 2 വർത്തമാനം പറയണമെന്ന് ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിവുള്ളതുപോലെ ഓരോ ദിവസവും മനുഷ്യൻ ഉന്നതിയുടെ പടവുകൾ കീഴടക്കിയ, നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും മനുഷ്യൻ ബഹിരാകാശത്ത് അവൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ചിത്രങ്ങളും അഭിമുഖങ്ങളും വാർത്തകളും നമ്മൾ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളുടെയും റിസർച്ചുകളുടെയും ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അനുദിനം അനുനിമിഷം ലോകം മാറിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ലോകത്ത് പ്രകടവുമാണ്. എന്നാൽ ഈ കഴിവുകളൊക്കെ ഉള്ള മനുഷ്യൻ പകച്ചു നിൽക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ബഹുമാന്യനായ അർജുൻ നമ്മിൽ നിന്ന് കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ലഭ്യമാകുന്ന സകല സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആ സഹോദരനെ വീണ്ടെടുക്കാൻ, അദ്ദേഹം സഞ്ചരിച്ച വാഹനം വീണ്ടെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ശരിക്കും അത് ഫലവത്തായിട്ടില്ല. നമ്മളുടെ കഴിവിനും ചിന്തയ്ക്കും ബുദ്ധിക്കും പരിധിയും പരിമിതിയും ഉണ്ട് എന്ന വലിയൊരു മെസ്സേജാണ് അതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയുന്നത്. സ്വന്തം കാൽച്ചുവട്ടിൽ കിടക്കുന്ന വലിയൊരു ലോറി, അതിൽ അകപ്പെട്ടു പോയ നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ, അദ്ദേഹത്തെ വീണ്ടെടുക്കാനുള്ള പരിശ്രമം ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് സമ്പൂർണമായിട്ടില്ല, ഭാഗികമായി വിജയിച്ചു വരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ കേരളീയരെ മൊത്തത്തിലും പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയും എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത്. നിഷ്കളങ്കരായ നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണം കഴിച്ച് സുഖകരമായ ഉറക്കത്തിൽ ഇങ്ങനെ അതിൻ്റെ ആലസ്യതയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അവിചാരിതമായി ഉരുൾപൊട്ടി വലിയ മലവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് വരികയാണ്. വീടും താൻ സമ്പാദിച്ചു വെച്ചതും എല്ലാം ആ മലവെള്ളപ്പാച്ചിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. നിസ്സഹായരായ നമ്മുടെ സഹോദരങ്ങൾ അതിൽ ഞെരിഞ്ഞമർന്ന് തീരുകയാണ്. ഈ പറയുന്ന നിമിഷങ്ങളിലും സമ്പൂർണമായി ബോഡികൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ സംഘടനകളും ഗുണകാംക്ഷികളായ സഹോദരങ്ങളും നമ്മുടെ സേനയുമൊക്കെ തീവ്രമായ പരിശ്രമങ്ങളാണ് ആ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഉറ്റവരും ഉടയവരും നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും ഒക്കെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നമ്മുടെ സഹോദരങ്ങൾ വളരെ തകർന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന നിമിഷങ്ങളിലാണ് നാം. അവിടെ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസ്ബത് ഐദിൻ നാസ്. ഈ ഭൂമിക്ക് ഒരു വലിയ താളക്രമമുണ്ട്. അത് അഖിലാദിനാഥനായ പടച്ചുതമ്പുരാൻ ഒരുക്കിയ ഒരു താളക്രമമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അത് അനിവാര്യമായ വലിയൊരു ഘടകമാണ്. അതിൽ വെട്ടിപ്പിടുത്തത്തിന്റെ, കീഴടക്കലിന്റെ, സുഖസൗകര്യങ്ങളുടെ പേരിൽ അതിനെ നമ്മൾ മാറ്റിമറിച്ചു മനുഷ്യരുടെ കരങ്ങൾ കൊണ്ടുള്ള ദുരുപയോഗം, എനിക്ക് സുഭിക്ഷമായി ജീവിക്കണം, എനിക്കെല്ലാം വേണം, അടുത്ത തലമുറയ്ക്ക് ഞാനൊന്നും ബാക്കി വെക്കാൻ സന്നദ്ധമല്ല എന്ന ഒരു താല്പര്യത്തോടു കൂടിയുള്ള ത്വര മനുഷ്യ മസ്തിഷ്കത്തെ കടന്ന് പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എനിക്കെല്ലാം വേണം, പരമാവധി സുഖിക്കുക, പരമാവധി സന്തോഷിക്കുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഒരു പരിധിവരെ മനുഷ്യരിൽ കുറച്ചു പേരെങ്കിലും ചെന്ന് ചേർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ഈ സന്തുലിതാവസ്ഥകൾ മാറി കുന്നുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കി വലിയ വമ്പൻ ഫ്ലാറ്റുകൾ പണിതുയർത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ഘടന തന്നെ മാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അന്തരീക്ഷങ്ങൾ, കാലങ്ങൾ അതെല്ലാം ക്രമം തെറ്റി മാറാൻ തുടങ്ങിയിരിക്കുക. കാലത്തിന്റെ കെടുതികൾ വ്യാപകമാകാൻ തുടങ്ങിയിരിക്കുക. കാലവിപത്തുകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തം കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മൾ കൂടുതൽ, ഞാനടക്കമാണ്, നമ്മുടെയൊക്കെ ഈമാൻ ദുർബലമാണ്, അമലുകൾ ശുഷ്കമാണ്. എങ്കിലും കുറച്ചുകൂടി ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാലവിപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും ഇതിന്റെ സംവിധാനത്തിലും മനുഷ്യരായ നമ്മുടെ യാതൊരു നിലയ്ക്കുമുള്ള പങ്കാളിത്തവുമില്ല. സൂറത്തുൽ മുൽക്ക് എത്രയോ രസകരമായിട്ടും സരളമായിട്ടുമാണ് ആ രംഗം അവതരിപ്പിക്കുന്നത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തിന്റെ രാജാധികാരം, അതിന്റെ മേൽക്കോയ്മ, അതിന്റെ അധികാരം ഏതൊരു പടച്ചതമ്പുരാന്റെ കയ്യിലാണോ അവൻ
അനുഗ്രഹപൂർണ്ണനത്ര. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത അഖിലാദിനാഥനായ പടച്ചവൻ ആരാണെന്നറിയാമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അവൻ ജനനവും മരണവും സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ജനന മരണത്തിന്റെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു വിശദീകരിക്കുക. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാ ജനന മരണങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾ ഏറ്റവും നല്ല സുഹൃതം ചെയ്യുന്നവർ, സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നവർ ആരാണെന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാന്റെ ഈ സംവിധാനങ്ങളെന്ന. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തുണ്ട്, അത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ആയത്ത. ഹാദാ ഖൽഖുല്ല, ഈ മഹാപ്രപഞ്ചത്തിൽ കാണുന്ന ഈ അഖില സൃഷ്ടികളും അള്ളാഹുവിൻ്റെതാ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഞാനല്ലാത്തവർ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ ഒന്ന് കാട്ടിത്തരാൻ അള്ളാഹു ആവശ്യപ്പെടുക. ഒരു കൊതുകിനെ പടയ്ക്കാൻ ശാസ്ത്രം ഏതെല്ലാം കൊടുമുടികൾ കീഴടക്കിയാലും ഇല്ലായ്മയിൽ നിന്നും രൂപപ്പെടുത്താൻ സാധ്യമല്ല. ഒരു ഈച്ചയെ ഇല്ലായ്മയിൽ നിന്നും രൂപപ്പെടുത്താൻ മനുഷ്യന് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവുകൾക്ക്, ചിന്തകൾക്ക്, റിസർച്ചുകൾക്ക് പരിമിതിയുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥ ആശയം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. നമ്മൾ ഓരോ ദിവസവും അറിയട്ടെ അറിയാതിരിക്കട്ടെ ഈ ബൃഹത്തായ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും കൊഴിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന ഈ രാപകലുകളുടെ വ്യത്യാസത്തിലും ലആയാത്തുൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക്, തിന്നാനും കുടിക്കാനും വന്നവർക്കല്ല, ആഴത്തിൽ ചിന്തിച്ച് വിലയിരുത്തുന്നവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ടെന്ന് പടച്ച തമ്പുരാൻ നമ്മളെ ഉണർത്തുക. മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ ഇതിന്റെ ഉത്സാരത്തെക്കുറിച്ച് ചിന്തിക്കണം. മുഅ്മിൻ എപ്പോഴും അറിവ് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, ജനനം മുതൽ മരണശയ്യ വരെ വിജ്ഞാനം തേടണം, അത് പഠിക്കണം, അത് സ്വായത്തമാക്കണം, അതിനുവേണ്ടി നിലകൊള്ളണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളംബരം. സത്യവിശ്വാസി ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കുറിച്ച് ചിന്തിച്ച് പഠിക്കുമ്പോൾ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു വചനം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഈ മഹാപ്രപഞ്ചത്തെയും ഇതിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെയും നീ നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല തമ്പുരാനെ. അതുകൊണ്ട് എന്റെ കഴിവുകേടിന് ഞാൻ സമ്മതിക്കുക. സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ, നിന്റെ പരമപരിശുദ്ധിയെ ഞാൻ പ്രശംസിക്കുക. നിന്നോട് നരക ശിക്ഷയിൽ നിന്നും അതിന്റെ കെടുതിയിൽ നിന്നും ഞാൻ കാവലിനെ തേടുകയാ തമ്പുരാനെ എന്ന ആ ഖുർആനിക വചനം നമുക്കെല്ലാവർക്കും ദിശാബോധം നൽകാൻ പര്യാപ്തമാണ്. ചുരുക്കത്തിൽ ടോട്ടൽ നമ്മുടെ ജനനം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ലക്ഷ്യമാക്കുന്നത് നമ്മൾ കേവലം തിന്നാനും കുടിക്കാനും വിസർജിക്കാനും രസിക്കാനും രമിക്കാനും സന്തോഷിക്കാനും വേണ്ടി മാത്രം വന്നവരല്ല. സൃഷ്ടാവിന്റെ തീരുമാനമനുസരിച്ചാണ് നമ്മുടെ ജനനം. കാലാന്തരത്തിൽ വരാൻ പോകുന്ന മരണവും അവന്റെ തീരുമാനമനുസരിച്ച, അതിന്റെ ഇടയിൽ കിട്ടുന്ന അമൂല്യമായ ഈ ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് വന്നത് ഖുർആൻ പഠനത്തിന്റെ ഇടയിൽ നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ചാണ്. വിശ്വാസികൾക്ക് അതിൽ വലിയ ഗുണപാഠമുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. രക്തസാക്ഷിയുടെ ഗുണം കിട്ടുമെന്നാണ് ഹദീസിലൊക്കെ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായരായി തീരും എന്നതിൻ്റെ വലിയൊരു ഗുണപാഠമാണ് വയനാട് സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എൻ്റെ മനോമുഖരത്തിൽ അപ്പോൾ ഓർമ്മ വരുന്നത് ഇത്തരം സാഹചര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച ഒരു ഹദീസ പണ്ഡിത മഹത്തുക്കൾക്കെല്ലാം അറിയാം. നമ്മുടെ മദ്രസയിലെ കൊച്ചു കിതാബുകളിലും ആ ഹദീസ് നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു നബിവചനമാണത്. ഇദത്തുഹിദൽ ഫൈഉ ദുവല, പൊതുസ്വത്തിൽ അഴിമതി സംജാതമാകുന്ന കാലഘട്ടം സമാഗതമാവുക. വലിയ വലിയ ഫണ്ടുകൾ ശേഖരിക്കും സുനാമി ദുരന്തം നിവാരണം ചെയ്യാൻ, കെടുതികൾക്കുള്ള നിവാരണത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ആ ഫണ്ടുകൾ അതിൻ്റെ ശരിയായ കരങ്ങളിൽ എത്താറില്ല.
അതേപോലെ വലിയ വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരും, കോടികൾ അതിനുവേണ്ടി വിലയിരുത്തും, ഫണ്ട് അനുവദിക്കും. യഥാർത്ഥത്തിൽ ആ ഫണ്ടുകൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് ചിലവാക്കിയിട്ടുണ്ടാകത്തില്ല. അങ്ങനെ പൊതുസ്വത്തിൽ അഴിമതി നടക്കുന്ന കാലഘട്ടം വന്നാൽ വൽ അമാനത്തു മഗ്നമ, സൂക്ഷിപ്പ് സ്വത്ത് അമാനത്ത് സ്വത്ത് സ്വന്തം മുതൽ പോലെ ഉപയോഗിക്കുന്ന കാലഘട്ടം വന്നാൽ വല്ലാത്തൊരു പ്രയോഗമാണ്. വസ്സക്കാത്തു മഗ്റമ, സക്കാത്ത് കടമായി ഇടുന്ന കാലഘട്ടം, കൊടുക്കാതെ ബാക്കി വെക്കുന്ന കാലഘട്ടം. നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ മുതലാളിമാരുണ്ട്, സ്വതക്കകൾ വ്യാപകമായി ചെയ്യും, വളരെ ഗുണകരമായ കാര്യമാണ്. ചില മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഉള്ളറിഞ്ഞ് ഭയക്കുന്നവർ കൃത്യമായി കണക്കുകൾ കാൽക്കുലേഷൻ നടത്തി അതിൻ്റെ സക്കാത്തിന്റെ ഓഹരി കൃത്യമായി ചെയ്യും. അതിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണമെന്ന ഈ ഉന്നതമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. സക്കാത്ത് കടമായി ഇടുന്ന സാഹചര്യം വന്നാൽ ദീനിയായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ വിജ്ഞാനം പഠിക്കുന്ന കാലഘട്ടം വരിക, പഠിപ്പിക്കപ്പെടുന്ന കാലഘട്ടം വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ പണ്ഡിതനാകണം, ഒരു നല്ല പ്രഭാഷകനാകണം, ഇതിൻ്റെ പേരിൽ കുറച്ച് സാമ്പത്തികം സ്വരൂപിക്കണം, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കണം, ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടണം, എൻ്റെ ഖിറാഅത്തിൽ ജനങ്ങളിൽ ലയിക്കണം. അങ്ങനെ ദീനിയായ ആവശ്യങ്ങൾ മനസ്സിൽ കരുതാതെ, ദീനിന്റെ വ്യാപനം, ഇൽമിന്റെ കൈമാറ്റം മനസ്സിൽ കരുതാതെ, ദുന്യവിയായ ആവശ്യത്തിന് വേണ്ടി ദീനിയായ വിജ്ഞാനം പഠിക്കുന്ന കാലഘട്ടം വന്നാൽ ഒരാള് തൻ്റെ സഹധർമ്മിണിക്ക് കീഴടങ്ങുന്ന കാലഘട്ടം, ഭാര്യയ്ക്ക് അഡിക്റ്റായി അവർക്ക് വിധേയമായി പുരുഷന്മാര് കഴിയുന്ന കാലഘട്ടം വന്നാൽ ഉമ്മയെ ഉപദ്രവിക്കുന്ന കാലഘട്ടം വന്നാൽ വല്ലാത്തൊരു വചനമാണത്. കേരളത്തിൽ ഒരു 25-50 വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധസദനങ്ങൾ വളരെ വിരളമായിരുന്നു. ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുക, ഓരോ പഞ്ചായത്തുകളിലും ഈ വൃദ്ധസദനങ്ങൾ വ്യാപകമാണ്. ഉമ്മയെ അകറ്റുകയാ വല്ലാത്ത ഒരു വിഷമമുള്ള കാര്യമാണ്. നമ്മളെ പ്രസവിച്ചത്, അമ്മിഞ്ഞ ഊട്ടിയത്, താരാട്ടുപാട്ട് പാടിയത്, തൊട്ടിലിൽ ആട്ടിയത്, ആ ഒലിക്കുന്ന കവിളിൽ മുട്ടിയത്, കയ്യിൽ പിടിച്ച് നടക്കാൻ പരിശീലിപ്പിച്ചത്, ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്നത്, ആ കുറുക്കലുകൾ കോരിത്തന്നത്, ഒക്കത്തിരുത്തി സന്തോഷിപ്പിച്ചത്, അള്ളാഹുവെ നമുക്ക് വേണ്ടിയിട്ട് അർദ്ധരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് തൊട്ടിലിന്റെ അരികിൽ നമ്മുടെ ഉമ്മ കാത്തിരുന്നത്, ആ രംഗങ്ങളൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിൽ ഒന്ന് തെളിഞ്ഞു വരട്ടെ. എത്രയോ വലിയ കഷ്ടങ്ങളാ, പ്രയാസങ്ങളാ ആ ഉമ്മ അനുഭവിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഉമ്മയെയും പ്രിയപ്പെട്ട പിതാക്കന്മാരെയും വീട്ടിൽ നിന്നും അകറ്റുക, വൃദ്ധസദനങ്ങളിലാക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധയില്ലാതിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അതിനാ സദീഖഹു, ഇന്ന് ഇന്റിമേറ്റ് ഫ്രണ്ടിന് വീടിന്റെ ഏത് ഉള്ളിലേക്കും പ്രവേശിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കും. അവന് വലിയ നമ്മുടെ ആത്മചങ്ങാതിയല്ലേ. ആത്മചങ്ങാതിക്ക് വല്ലാത്ത ബഹുമാനം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂട്ടുകാരനെ അടുപ്പിക്കുക, ജന്മം നൽകിയ പിതാവിനെ അകറ്റുക. സിറ്റ് ഔട്ടിൽ വാപ്പ കാണും, സലാം പറയാൻ നമുക്കൊരു മടിയാ. കാരണം തൊലിയെല്ലാം ചുളുങ്ങി, കാഴ്ചയെല്ലാം മങ്ങി, മുടിയെല്ലാം നരച്ച്, കായികാധ്വാനത്തിനുള്ള ശേഷിയെല്ലാം കുറഞ്ഞ് വാപ്പ എവിടെങ്കിലും ഒരു അരികത്ത് ഇങ്ങനെ ഒരു കസേരയിൽ ഇരിപ്പുണ്ടാവും. നമുക്ക് അരോചകമായി തോന്നുന്ന അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നാൽ, വാപ്പയെ വിദൂരമാക്കുന്ന കാലഘട്ടം, പരിഗണിക്കാത്ത കാലഘട്ടം വന്നാൽ, വലഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, നമ്മുടെ പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ പ്രകടമാകുന്ന കാലഘട്ടം വന്നാൽ, ഇഖ്ലാസ് മാറി സഹോദരങ്ങളെ, സംഘടന ആധിപത്യം കൊണ്ട് പള്ളികളിൽ ശരിക്കും ഒരു ദീനിയായ പരിവർത്തനം ഉണ്ടാക്കുന്നതിന് തടസ്സമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് ഹക്കായ ഒരു കാര്യമാണ്. ആ പഴയ ഹൃദയബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സംഘടനകൾ പങ്കിട്ടെടുത്തിരിക്കുന്നു. പള്ളികൾ കോലാഹല മുഖരിതമാണ്, ശബ്ദമുഖരിതമാണ്. അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടില്ല. പല ജമാഅത്തുകളും ഇന്ന് വളരെ അസ്വസ്ഥതയിലാണ്. നമുക്ക് തന്നെ അറിയാം, എത്രയോ വലിയ വലിയ ജമാഅത്തുകളിൽ ശരിക്കും ഇസ്ലാമികമായ നവജാഗരണവും പിന്നെ വലിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അതിന് ആധാരമായ വലിയ മദ്രസകളുണ്ട്, സാമ്പത്തിക കഴിവുള്ള മഹത്തുക്കളുണ്ട്, അതിന് പറ്റിയ വലിയ ഉലമാക്കലുണ്ട്. പക്ഷെ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാക്കി ഒന്നായി ഒത്തൊരുമയോടുകൂടി പരിശ്രമിക്കാനുള്ള
സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുക. മലബാറിലൊക്കെ പല പള്ളികളും അടച്ചിട്ടിരിക്കുക. കാരണം എന്താ? ഈ സംഘടനകളുടെ ആധിക്യം. ഞാനാണ് വലുത്, എൻ്റെ സംഘടനയാണ് വലുത് എന്ന ആ ത്വരയും കാഴ്ചപ്പാടും ദീനീ രംഗത്ത് മറ്റു പല ഗുണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പള്ളിയുടെ അതിൻ്റെ മഹലിന്റെ കെട്ടുറപ്പിന് അതൊക്കെ വലിയ സാരമായ കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ചിന്തയിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കഴിവുള്ളവരെ അംഗീകരിക്കാനും അവരെ ചേർത്ത് നിർത്താനും കഴിയുമ്പോഴാണ് പുരോഗതിയുടെ ദീനിയായ പടവുകൾ കീഴടക്കാൻ നമുക്ക് കഴിയുന്നത്. പിന്നെ വസാദൽ കബീലത്തെ ഫാസിഖും, ഒരു കുടുംബത്തിൻ്റെ, ഒരു ഗോത്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ നേതാവ് അവരിൽ ഏറ്റവും വലിയ ദുർനടപ്പുകാരനായി വരുന്ന കാലഘട്ടം വരിക. അങ്ങനാണല്ലോ ഇന്ന് അധികാരത്തിന്റെ കിടമത്സരത്തിന്റെ കാലഘട്ടമാണ്. അനർഹര് ഉത്തരവാദിത്വപ്പെട്ട കസേരയിൽ വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലങ്ങളൊന്നും ലഭ്യമാകാതെ പോവുകയും ചെയ്യുന്നു. സുരിബത്തുൽ ഹുമൂറു, അതുപോലെ ഇന്ന് ഈ മദ്യപാനം എന്ന് പറയുന്നത് സാർവത്രികമാണ്. ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെ അത് തൊട്ടടുത്ത പ്രദേശത്ത് ബാറ് തുറന്നിരിക്കുക. നമ്മുടെ ഈ കൊച്ചു കരുനാഗപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര ബാറുകളാണ്. നമ്മുടെ പുതിയ തലമുറകൾ അതിന് അഡിക്റ്റ. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തി നാടിനെ ശുദ്ധിയാക്കി കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം, പുതുതലമുറയുടെ ലക്ഷ്യബോധമുള്ള ജീവിതം അതിനൊക്കെ ആക്കം കൂട്ടേണ്ടതിന് പകരം ബാറുകളും പുതിയ മദ്യനയവും കൊണ്ട് നമ്മുടെ പുതിയ സമൂഹത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന വളരെ മോശമായ, വളരെ ദാരുണമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അവിഹിത ബന്ധങ്ങളും മദ്യപാനവും അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, മേൽപ്പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം സംജാതമായാൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ പറയുക, നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചു, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഭൂകമ്പം പ്രതീക്ഷിച്ചു, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഭീകരമായ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു, കല്ലേറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു. ചരടും മുറിഞ്ഞുപോയ തസ്ബീഹ് മാലയിൽ നിന്നും ഓരോ മുത്തുമണികളും എങ്ങനെയാണോ നിലത്തേക്ക് ഇറ്റിറ്റിറ്റി പെട്ടെന്ന് വീഴുന്നത്, അതുപോലെയുള്ള കാലവിപത്തുകളെയും പരീക്ഷണങ്ങളെയും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളാൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. വലിയ മുതൽക്കൂട്ടുള്ള, നമുക്ക് വലിയ ലക്ഷ്യബോധം നൽകുന്ന ഒരു പ്രബലമായ ഉന്നതമായ ഹദീസ് വചനമാണിത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ വളരെ നല്ലതാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഇത് രൂപപ്പെടണം. മുതിർന്ന പൗരന്മാരുടെ നേതൃത്വത്തിലുള്ള നല്ല കൂട്ടായ്മകൾ, ഒരുപാട് ഖൈറുകൾ അതിലൂടെ ഉണ്ടാകും. കുട്ടികാട് ഉസ്താദിന്റെ സേവനം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് കവിതകൾ രൂപപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതൊരു ഏരിയ കേന്ദ്രീകരിച്ച് നന്നായി പരിശ്രമിച്ചാൽ ആ ഒരു ഏരിയയിൽ വലിയൊരു വെളിച്ചവും വിപ്ലവവും ഉണ്ടാക്കാൻ കഴിയും എന്നതിൽ സന്ദേഹമില്ല. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ദീർഘായുസ്സും ശരിയായ ആരോഗ്യവും നല്ല ഓർമ്മശക്തിയും വിജ്ഞാനത്തിൽ പുരോഗതിയും കുടുംബജീവിതത്തിൽ ഐശ്വര്യവും നാനോന്മുഖമായ പുരോഗതിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ആ കെടുതിയിൽ പെട്ടുപോയ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്കെല്ലാം നല്ല മനസമാധാനം അല്ലാഹു പ്രദാനം ചെയ്യും, നല്ല ശാന്തി പ്രദാനം ചെയ്യട്ടെ. ഉറ്റവർ നഷ്ടപ്പെട്ടു പോയവർ, അവരിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സമ്പൂർണമായ മഗ്ഫിറത്തും ഉന്നതമായ ഷഹാദത്തിന്റെ കൂലിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മൺമറഞ്ഞുപോയ നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളുണ്ട്, അവർക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ വലിയ സഹനതയും സമാധാനവും പടച്ച തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദുരന്തം മറികടക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട സേനയിലെ സഹോദരങ്ങൾ, മറ്റ് നമ്മുടെ പണ്ഡിതന്മാര്, പിന്നെ പൗരപ്രമുഖര്, നേതാക്കന്മാര്, നമ്മുടെ മിനിസ്റ്റർമാര്, MLA മാരടക്കം എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവർക്കും പടച്ച തമ്പുരാൻ നാനോന്മുഖമായ നന്മകളും ഖൈറുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയായി അത് സമ്പൂർണ്ണമാക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു സുതാര്യമാക്കട്ടെ. അവിചാരിതമായി വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവം. ഉസ്താദ് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മനസ്സിൽ ഒരു ലളിതമായ ആശയം തോന്നി. അത് നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദുആയിൽ എപ്പോഴും ഓർക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.